ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റാഗിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ റാഗിൻ്റെ വേർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വേർമിസെല്ലി പോലെ തന്നെ, പക്ഷേ കളറിലൊരു വ്യത്യാസമുണ്ട്, കുറച്ചും കൂടെ നേരിയതും ആയിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇതിനെ നമ്മൾ കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതിന് ഉപ്പ് കുറച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, നല്ല തിളക്കുന്ന വെള്ളം എടുക്കുക. പിന്നെ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇട്ട് വെച്ചേക്കരുത്, കുറച്ച് മിനിറ്റ്, അതായത് ഒരു 3 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ. കാരണം അധികം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അലിഞ്ഞു പോകും, വളരെ നേരിയതാണിത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് സ്പൂണോട് നമ്മൾ ഇളക്കി കുറച്ച് നേരം ഒരു 3 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരരിപ്പയിൽ അരിച്ചെടുക്കുക. ഇതുപോലെയാണ് ഉണ്ടാവും അരിച്ചെടുത്ത് കഴിഞ്ഞാൽ. ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അപ്പച്ചെമ്പിൽ ആവി കയറ്റുക ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ആവി കയറിക്കഴിഞ്ഞാൽ നമ്മളിനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇച്ചിരി ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാകുന്നതിനാണ് ജീരകം ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പച്ചമുളക്, പിന്നെ സവോള, അത് ഞാനിപ്പോൾ ഒരു സവോള എടുത്തിട്ടുള്ളത്, ഒരു വലുത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു വെച്ചത് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ കൂടെ ഗ്രീൻ പീസ് വേണേൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇവിടെ പിന്നെ അതൊന്നും കഴിക്കാത്ത കാരണം ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണം. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. പുളിക്ക് തക്കാളി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. അത് ഒരുപാട് ആദ്യം തന്നെ ഇടാൻ പാടില്ല, കുറച്ചായിട്ട് ഇട്ട് നോക്കി ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട്, എരിവുള്ള മുളക് തന്നെയാണ്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ കൂടെ ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഗരം മസാല ഇതിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കുക, എല്ലാം ഒന്ന് വേവാനുള്ള അത്രയും മാത്രം ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഗ്രേവി ആക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് ഗ്രേവി ആക്കേണ്ടത്. എല്ലാം കൂടെ ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും ഈ ഗ്രേവിയിലേക്ക്. അപ്പോൾ നമ്മൾ നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ബാക്കിയൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് വറ്റി പോകും. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് വരും. അപ്പോൾ ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റാഗി വേർമിസെല്ലി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ തവിയായത് കൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്പൂണൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് 2 സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഒന്നും ഇങ്ങനെ എന്താ പറയുക, പറ്റി പോകാണ്ട് നിൽക്കാനാണ്, വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ആവി കയറ്റാണ്ടും തന്നെ ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. പക്ഷെ ഇതിനൊരു മണം ഉണ്ടാവും. അപ്പോൾ ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മണം അങ്ങ് മാറിക്കിട്ടും. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക, ഒരു 5 മിനിറ്റ്. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക. ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ നമ്മൾ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റാഗി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു ഉപ്മാവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് നൂൽപുട്ട് കൊണ്ട് ഉണ്ടാക്കാനും പറ്റും. ഈ വേർമിസെല്ലി ഇല്ലെങ്കിലും റാഗീനെ കൊണ്ട് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് അത് പൊടിച്ചിട്ടും ഇതുപോലെ ചെയ്തുണ്ടാക്കാം. അരിഭക്ഷണം വേണ്ടാത്ത ഷുഗറൊക്കെ ഉള്ളവർക്കെല്ലാം ഈ ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഡിന്നറിനും നമുക്കിത് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. എരിവും പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാനൊരു രുചി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.